ഞാനുണ്ടാക്കുന്ന മിക്ക ഫുഡുകളും പ്രവാസികൾക്ക് രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഫുഡുകളാണ്. വെറുതെ ഹോട്ടലിൽ പോയി കാശും കളയേണ്ട, ഓയിലടങ്ങിയ ഫുഡും കഴിക്കണം. ഇന്നുണ്ടാക്കുന്ന അവൽ വെച്ചുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ പണ്ട് ഉമ്മാക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതായിരിക്കും എല്ലാവർക്കും, മിക്കവർക്കും. എനിക്കൊക്കെ സ്ഥിരം ഉണ്ടാക്കി തരുന്ന ഫുഡാണ്, നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡുമാണ് കേട്ടോ. ഒരു ബൗളിൽ അവലെടുക്കുക, പിന്നെ ഒരു പഴുത്ത പഴമായിരിക്കണം കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ മധുരമൊന്നും ചേർക്കണ്ട. പഴം ചെറിയ പീസാക്കി അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അവലിലോട്ട് ഇട്ടിട്ട്. ഇത് തേങ്ങ ആണ് കേട്ടോ. ഇത് മധുരം കലർന്ന തേങ്ങ ആണ് കേട്ടോ. ഇതിൽ മധുരം എങ്ങനെ വന്നെന്ന് അറിയാമോ? മധുരമുള്ള തേങ്ങ ഒന്നും ആവശ്യമില്ല. പിന്നെ തേനും ഓപ്ഷനലാണ്. റൂമിൽ ഇരുന്നപ്പോൾ ഞാനെടുത്ത് ചേർക്കുന്നതേ ഉള്ളൂ. പഴുത്ത പഴമാണ്, വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു സ്പൂണ് തേനും ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വെള്ളം കൂടെ ചേർക്കുക. ഇത് എന്നിട്ട് കൈ കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു പ്ലേറ്റിലോട്ട് തട്ടി ഇടും. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം ഉറയാണ്. എന്തായാലും ഇതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി കേട്ടോ. കട്ടൻ ചായയും അവലും യാമോനെ ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റായിരുന്നു.